ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 1943 തിരുവിതാംകൂർ സ്റ്റേറ്റിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് കാശ്, അതായത് 1.5 ചക്രത്തിന് തന്നെ സർചാർജ് ചെയ്ത് വാല്യൂ കൂട്ടി പുറത്തിറക്കിയ രണ്ട് കാശ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതായത് സ്റ്റാമ്പ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാമ്പല്ല, ബ്ലോക്ക് സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പ്, ബ്ലോക്ക് സ്റ്റാമ്പ് എന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത സ്റ്റാമ്പാണ്. 1.5 ചക്രത്തിന് തന്നെ വാല്യൂ കൂട്ടി 2 കാശ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാമ്പിന് അത്യാവശ്യം വാല്യൂ കൂടുതലാണ്. അത് 1.5 ചക്രത്തിന് കൂടുതലായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ 2 കാശ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാമ്പിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ബ്ലോക്ക് സ്റ്റാമ്പാണ്. അപ്പോൾ സിംഗിൾ സ്റ്റാമ്പിന് മാർക്കറ്റിൽ അത്യാവശ്യം വില കുറവാണെങ്കിൽ ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ വില കൂടുതലാണ്. 2ഓളം ബ്ലോക്ക് സ്റ്റാമ്പുകൾ, ഏകദേശം 2ലും വരുന്ന ഇതിപ്പോൾ 6 ബ്ലോക്കാണ്. നമുക്കിവിടെ നോക്കിയാൽ 3 സ്റ്റാമ്പ് മുകളിലും 3 സ്റ്റാമ്പ് താഴെയായിട്ടുണ്ടായിരിക്കും. മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 ബ്ലോക്ക് സ്റ്റാമ്പാണ്. 4 മേളിലും 4 താഴെയായിട്ട് വരും. ഇനി ഈ ഒരു സ്റ്റാമ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ സൈസ് വരുന്നത് 24x29 mm ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റാമ്പിൻ്റെ കളർ വരുന്നത് സ്കാർലെറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുന്ന കളറൊക്കെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് കളറൊക്കെ ഉണ്ട്. ഞാനും ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാണ്, അത് ക്രോമിലൊക്കെ സെർച്ച് ചെയ്താണ് ആ ഒരു കളർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാമ്പിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ ഒരു മൂച്ചിത്രത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് തിരുവിതാംകൂർ, അതായത് ട്രാവൻകൂർ അഞ്ചൽ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിലും റൈറ്റ് സൈഡ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. 1.5 ചക്രം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ 1.5 ചക്രമാണ്. അത് മലയാള അക്ഷരത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. +2 ക്യാഷും കൂടെ സർചാർജ് ചെയ്ത് ഈ സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ട്. അതാണ് ഓവർ പ്രിൻ്ററായിട്ട് നമുക്കിവിടെ ഇങ്ങനെ 2 ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് 1.5 എന്നുള്ളത് നമുക്ക് അക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മലയാള അക്ഷരത്തിൽ അക്കങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് ആ ഒരു രീതിക്കാണ് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഈ ഒരു ശ്രീ തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറിന് താഴെയിട്ട് തന്നെ BRV എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്നാണ് ഓവർ പ്രിൻ്റഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ഓവർ പ്രിൻ്റഡ് വരുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി വരുന്ന സ്റ്റാമ്പുകളാണ് ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പുകൾ. അപ്പോൾ സിംഗിൾ സ്റ്റാമ്പ്, നമുക്ക് ഇതിൻ്റെ ഒരൊറ്റ സ്റ്റാമ്പ് മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതിന് വില കുറവായിരിക്കും. ഏകദേശം ഒരു 80 രൂപയ്ക്കകത്തൊക്കെ നല്ലൊരു യൂസർ കണ്ടീഷനും വരത്തുള്ളൂ. നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഏകദേശം ഒരു 100 രൂപ 150 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ ഇതിൻ്റെ ഒരു മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പിന് വരും. ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പുകളാണ് നമ്മുടെ കളക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില തന്നെ കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 500 രൂപ 600 രൂപയ്ക്ക് നമുക്ക് ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പ്, മിൻറ്റ് കണ്ടീഷൻ ബ്ലോക്ക് സ്റ്റാമ്പിന് വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബ്ലോക്ക് സ്റ്റാമ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഇതുപോലെ ടൈപ്പിൽ വരുന്ന ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന ബ്ലോക്ക് സ്റ്റാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന, അതായത് സർചാർജ് ചെയ്ത് വാല്യൂ കൂട്ടിയിരിക്കുന്ന 1.5 ചക്രത്തിൻ്റെ വാല്യൂ കൂട്ടിയിരിക്കുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമില്ല ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.